എന്റെ രാജു, അച്ഛൻ ദേഷ്യപ്പെട്ടത് ഓർക്കാനാണെങ്കിലേ എനിക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. വിഷമിക്കാനേ സമയം ഉണ്ടാവൂ. എന്റെ ഋതു, മറ്റാരെന്നോട് ദേഷ്യപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ സാറ് ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് രാജുവേ, അച്ഛന്റെ വഴക്ക് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാ. ഇനി പതുക്കെ പതുക്കെ രാജുനത് ശീലാവും. അച്ഛന്റെ ദേഷ്യത്തിന്റെ കാരണം രാജുന് അറിയില്ലേ? അമ്മയോടൊപ്പം ഞാന് രാജുള്ള ആ വീഡിയോ അച്ഛൻ കണ്ടില്ലേ? അതാ കാര്യം. അക്കാര്യത്തില് രാജു എനിക്ക് സപ്പോർട്ടായി നിന്നതുകൊണ്ട് അച്ഛന്റെ വഴക്ക് ഇനി രാജു കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഇനി വർമ്മ സാറിന്റെ വഴക്ക് ഞാൻ കേൾക്കില്ല. എത്രയും വേഗം അമ്മയും അച്ഛനും തമ്മിലുള്ള തെറ്റിദ്ധാരണയും വഴക്കും ഞാൻ തീർക്കും. പക്ഷേ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. എത്ര വലിയ കാര്യമാണെങ്കിലും ഞാൻ അത് സോൾവ് ചെയ്തിരിക്കും. ഇനി അവര് രണ്ടും രണ്ടായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. രാജു എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതായിരിക്കും. എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ് രാജു. ആ സ്വപ്നം ഞാൻ സബലീകരിച്ചിരിക്കും. താങ്ക് യു രാജു. കഴിഞ്ഞ ചില ദിവസങ്ങള് നമുക്ക് കണ്ണീരിന്റെ ദിവസങ്ങളായിരുന്നു അല്ലേ രാജു? നമ്മൾ എത്രമാത്രം വിഷമിച്ചു. മനസ്സ് നിറയെ തീക്കനലായിരുന്നു. ഒരു കാര്യം സത്യം ഋതു, പരസ്പരം കാണാതെ അകന്നിരിക്കുമ്പോഴാ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം നമ്മൾ അളക്കുന്നത് അല്ലേ? അതെ, പരസ്പരം പിരിഞ്ഞ് നമുക്കിനി ജീവിക്കാനേ പറ്റില്ല രാജു. രാജു, എനിക്ക് പെട്ടെന്നൊരു തോന്നല്, അല്ല എന്റെ ആഗ്രഹം തന്നെയാ. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരില്ലേ? മറ്റൊന്നുമല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നുന്നു. അതിനെന്താ, ഋതു റെഡിയാക്കോ, നമുക്കിപ്പോ തന്നെ പോവാം. പ്രത്യേകിച്ച് റെഡിയാവാനൊന്നുമില്ല, ഈ ഡ്രസ് മതി. ആ എങ്കി വാ. അകലേ നോവിനാലേ